നമസ്കാരം. നവരത്ന ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളോടൊപ്പം ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത് ഇരിങ്ങാലക്കുടയടുത്ത് കൂടൽമാണിക്യ ക്ഷേത്രത്തിനടുത്ത് നിന്നുള്ള ക്ഷേത്രത്തിനടുത്താണ് ഇവർ തറവാടെങ്കിലും ഇവരിന്ന് വന്നിട്ടുള്ളത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്നാണ്. രണ്ട് കൊച്ചു സഹോദരിമാരാണ്. അവർ ശാസ്ത്രീയ സംഗീതമാണ് പഠിക്കുന്നത്. എന്തായാലും ഈ രണ്ട് കൊച്ചു കലാകാരികളെ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. குறைவொன்றுமில்லை மறைமூர்த்தி கண்ணா, குறைவொன்றுமில்லை கண்ணா, குறைவொன்றுமில்லை கோவிந்தா, குறைவொன்றுமில்லை மறைமூர்த்தி கண்ணா, குறைவொன்றுமில்லை கண்ணா. നവരത്ന ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. രണ്ടുപേരും കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ഇവർക്ക് മലയാളം അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത് നേരത്തെ. പക്ഷെ ഇവർക്ക് അറിയാവുന്ന രീതിയിൽ ഇവർ സംസാരിക്കാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പൂർണ്ണമായിട്ട് തമിഴ് അറിയില്ല, പിന്നെ കുഴപ്പമില്ല. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? ഞാൻ 10th പോകാണ്. പേര് ചോദിച്ചില്ല, പേരൊന്ന് പറയാം. ഞാൻ രശ്മി. രശ്മി. ശ്രുതി. ഓക്കെ. രശ്മി എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? ഞാൻ 10th പോകുക. ശ്രുതി എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? ശ്രുതി 6ാം ക്ലാസ്സിലേക്ക് ആയി അല്ലേ? നിങ്ങൾ കോയമ്പത്തൂരാണ്. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞു ശാസ്ത്രീയ സംഗീതമാണ് കൂടുതൽ പഠിക്കുന്നുള്ളത്. എത്ര വർഷമായി ഇപ്പൊ പഠിക്കുന്നതിൽ? ഞാനൊരു 5-6 ഇയേഴ്സ്. 5-6 വർഷമായി. ശ്രുതി എത്ര വർഷമായി പഠിക്കണം? 4 വർഷമായി അല്ലേ? ഓക്കെ. വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ പാടാനൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ പാടും? ഇല്ല, പാടില്ല. അച്ഛൻ ചിലപ്പോ പാടും. ഓക്കെ. അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേര് ജയശങ്കർ. എന്താ ചെയ്യണ അവിടെ? ഗോൾഡ് സ്മിത്ത് അവിടെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇരിങ്ങാലക്കുട ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ തൊട്ട് അപ്പുറത്ത് ഉത്സവം നടക്കാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ് അല്ലെ? അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ രശ്മി 10ലേക്കായി. അപ്പൊ ക്ലാസ് തുടങ്ങാണ്. എങ്ങനെയാണ് അപ്പൊ പഠിപ്പും അതുപോലെ പാട്ടും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? സാറ്റർഡേ സൺഡേ മാത്രം ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ കച്ചേരികളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളത്തില് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്? എടത്തുരുത്തി അയ്യപ്പങ്കാവ്, പിന്നെ കുടൽമാണിക്യം, പിന്നെ ഇവിടെ അമ്മൻകോയില്, ഇവിടെ പിന്നെ കുറെ സ്ഥലങ്ങളിൽ കച്ചേരി ചെയ്തിട്ടുണ്ട് അല്ലെ? തൃശ്ശൂർ ചെയ്തു, തിരുവനന്തപുരത്ത് ചെയ്തു. തിരുവനന്തപുരം എവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്? തിരുവനന്തപുരം പത്മനാഭസ്വാമി കോയില്, പിന്നെ ആറ്റുകാൽ ദേവി. അതൊക്കെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ്. അവിടെയൊക്കെ കച്ചേരി ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ കുറെ സ്ഥലങ്ങളിൽ നിങ്ങളിപ്പോ കച്ചേരി നടത്തി പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊക്കെ. കൊച്ചുകുട്ടികളാണ്, ഇനിയും നിങ്ങളുടെ കഴിവുകളൊക്കെ അറിയാനിരിക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ അവിടെ ഏത് പാട്ടാണ് പാടാൻ പോണേ? ഇപ്പൊ പാടാൻ പോകുന്ന പാട്ട് നിന്നക്കോരി മോഹനവർണം. അതാണ്. ഞാൻ ഇവിടെ വന്നപ്പോ കുറച്ച് പേരൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ആരെന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇരിങ്ങാലക്കുടയിലെ കുരുമ്പ് മൃദംഗ കളരിയിലെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അല്ലെ? അവര് നിങ്ങളെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരും കൂടി വെച്ചിട്ട് നമുക്ക് ആ പക്കമേളങ്ങളായിട്ടും കൂടി അതുകൊണ്ട് പാടാം അല്ലെ? ഓക്കെ.
ഇവരിപ്പോ പാടിയ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു?